എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെയും വിദ്യാർത്ഥികൾക്ക് പരീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോ വിഷയത്തിൻ്റെയും ആകെ മാർക്ക്, അതുപോലെ തന്നെ CEയും അതുപോലെ എഴുത്ത് പരീക്ഷയിലുള്ള ആ ഒരു സബ്ജക്റ്റിൻ്റെ മാർക്കും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് A+ ലഭിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളതും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ജയിക്കാനായിട്ട് എത്ര മിനിമം മാർക്ക് വാങ്ങിക്കണം എന്നുള്ളതും, അതുപോലെ SSLC പരീക്ഷയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ എന്താണ് ചെയ്യുക എന്നുള്ളത്, ജയിക്കാനായിട്ട് എന്താണ് ചെയ്യുക എന്നുള്ളതും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നാളത്തെ പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക്, അതായത് നിങ്ങൾ essay ഒക്കെ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നാളെ ഇംഗ്ലീഷ് ആണെന്നാണ് തോന്നുന്നത് എക്സാം. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, അതായത് നാളെ ഇംഗ്ലീഷാണ് എക്സാമിനേഷൻ, ബുധനാഴ്ച. അപ്പോൾ ഇംഗ്ലീഷാണ് എക്സാമിനേഷൻ ഉള്ളത്. രാവിലെ 9:30 മുതലാണ് പരീക്ഷ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യങ്ങളിലേക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികളെ ഓരോ പരീക്ഷയുടെയും മാർക്ക് എത്രയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാം ഭാഷ, അതായത് നിങ്ങൾ ഇന്നലെ എഴുതിയിട്ടുണ്ടായിരുന്ന പരീക്ഷയായിരുന്നു. അപ്പോൾ അതിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 40 മാർക്കാണ്. 40ഉം അതുപോലെ 10 മാർക്ക് CE ഉൾപ്പെടെ 50 മാർക്കിലാണ് ആ ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക്. അതുപോലെ തന്നെ ഒന്നാം ഭാഷയിലെ തന്നെ പേപ്പർ 2, അതായത് മലയാളം സെക്കൻഡ് ആയിരിക്കും ആ ഒരു പേപ്പർ 2, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയമാണെങ്കിൽ അതായത് ഏത് ലാംഗ്വേജ് ആണോ നിങ്ങൾ ഒന്നാം ഭാഷ എടുത്തിട്ടുള്ളത് അതിൻ്റെ ആ ഒരു പാർട്ട് 2 ആണ്. അതിന് 40 ആണ് എഴുത്ത് പരീക്ഷയിൽ, 10 മാർക്ക് CE, ടോട്ടൽ 50 മാർക്കിലാണ് അതിൻ്റെ മാർക്ക് വരിക. അതുപോലെ തന്നെ രണ്ടാം ഭാഷ ഇംഗ്ലീഷ്, അതായത് നാളത്തെ പരീക്ഷയാണ് ഇംഗ്ലീഷ്. അപ്പോൾ അതിന് 80 മാർക്കിലാണ് ആ ഒരു പരീക്ഷയുടെ എഴുത്ത് പരീക്ഷയിൽ മാർക്ക് വരുന്നത്. 20 മാർക്കാണ് CE, ടോട്ടൽ 100 മാർക്കാണ് വരിക. അതുപോലെ തന്നെ മൂന്നാമത്തെ ഭാഷ ഹിന്ദി അല്ലെങ്കിൽ ജനറൽ നോളജ്. അപ്പോൾ നിങ്ങൾ ഹിന്ദി ആയിരിക്കും സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ 40 മാർക്കും അതുപോലെ 10 മാർക്ക് CE, ടോട്ടൽ 50 മാർക്കാണ്. അടുത്തത് സോഷ്യൽ സയൻസ് ആണ്. സോഷ്യൽ സയൻസ് നിങ്ങൾക്ക് 80 മാർക്കും അതുപോലെ 20 മാർക്ക് CEയും, ടോട്ടൽ 100 മാർക്കിലാണ്. അതുപോലെ തന്നെ അടുത്തത് കെമിസ്ട്രി, അതായത് ഊർജ്ജതന്ത്രമാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് 50 മാർക്കാണ്. CE 10ഉം 40 എഴുത്ത് പരീക്ഷയുമാണ്, ടോട്ടൽ 50 മാർക്ക്. അതുപോലെ ജീവശാസ്ത്രം, അതായത് ബയോളജി, അതിൽ 40 മാർക്ക് എഴുത്ത് പരീക്ഷയും 10 മാർക്ക് CEയും, ടോട്ടൽ 50 മാർക്കാണ്. അതുപോലെ തന്നെ ഗണിതശാസ്ത്രം, അതായത് ബയോളജിയാണ്. അപ്പോൾ അത് ഗണിതശാസ്ത്രമല്ല, അതായത് ജീവശാസ്ത്രമാണ് ബയോളജി. അപ്പോൾ ഗണിതശാസ്ത്രം, അതായത് മാത്സ് ആണ്. മാത്സിന് നിങ്ങൾക്ക് 80 മാർക്കാണ് വരിക എഴുത്ത് പരീക്ഷ. അതുപോലെ തന്നെ 20 മാർക്ക് CE, ടോട്ടൽ 100 മാർക്കാണ്. അടുത്തത് ഇൻഫർമേഷൻ ടെക്നോളജി, അത് ഓൾറെഡി നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ടാകും. അതിൻ്റെ തിയറിയും പ്രാക്ടിക്കലും കൂടിയിട്ട്, അതായത് ടോട്ടൽ 40 മാർക്കും അതുപോലെ തന്നെ 10 മാർക്ക് CE, ടോട്ടൽ 50 മാർക്കാണ്. അപ്പോൾ ഇതിൽ 80 മാർക്കിൻ്റെ സബ്ജക്റ്റുകൾ വരുന്നത് അതായത് ഈ ഒരു സോഷ്യൽ സയൻസ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ഗണിതശാസ്ത്രം, അതായത് മാത്സ് എന്നിവയ്ക്കാണ് ഈ ഒരു 80 മാർക്ക് എഴുത്ത് പരീക്ഷയിൽ വരുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആ ഓരോ സബ്ജക്റ്റിൻ്റെയും മാർക്ക്. അപ്പോൾ നാളത്തെ ഇംഗ്ലീഷ് പരീക്ഷ 80 മാർക്കിലുള്ള സബ്ജക്റ്റാണ്, 80 മാർക്കാണ് എഴുത്ത് പരീക്ഷ. ഇനി നമുക്ക് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്, SSLC പരീക്ഷയിൽ നിങ്ങൾക്ക് A+ ലഭിക്കാനായിട്ട് എത്ര മാർക്ക് നിങ്ങൾ നേടിയിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എത്ര മാർക്കാണ് നേടേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 100 മാർക്കിൻ്റെ ഒരു വിഷയമാണ് എങ്കിൽ അതിനു മുമ്പായിട്ട് വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് എത്ര മാർക്കാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതാണ് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ നമുക്ക് നോക്കാം, അതായത് ജയിക്കാനായിട്ട് SSLC വിദ്യാർത്ഥികൾക്ക് വേണ്ടത് ഒന്നാമത്തേത് എഴുത്ത് പരീക്ഷയിലുള്ള മാർക്ക്, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിന് CE മാർക്ക് ഉണ്ടെങ്കിൽ CE മാർക്ക്. അതുപോലെ തന്നെ അതിന് പ്രാക്ടിക്കൽ ഉണ്ട് എങ്കിൽ പ്രാക്ടിക്കൽ, ആകെ ഈ ഒരു IT പരീക്ഷയ്ക്ക് മാത്രമേ പ്രാക്ടിക്കൽ ഉള്ളൂ. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിന് മാത്രമേ ഈ ഒരു പ്രാക്ടിക്കൽ വരുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാ സബ്ജക്റ്റുകൾക്കും എഴുത്ത് പരീക്ഷയും അതുപോലെ തന്നെ CE മാർക്കും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ടോട്ടൽ ഏതൊക്കെ തരത്തിൽ അതായത് ആ ഒരു സബ്ജക്റ്റിന് മാർക്ക് വരുന്നുണ്ട്, ആ ഒരു എല്ലാവിധ മാർക്കുകളെയും കൂട്ടിയിട്ട് നിങ്ങൾക്ക് 30 മുതൽ 39% വരെ മാർക്ക് വാങ്ങിച്ചാലാണ് നിങ്ങൾ ഈ ഒരു SSLC പരീക്ഷ പാസ്സാവുക. അതായത് ടോട്ടൽ മാർക്ക് കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു 30 മുതൽ 39% വരെ മാർക്ക് നിങ്ങൾക്ക് നേടിയാലാണ് നിങ്ങൾക്ക് D+ ഗ്രേഡ് ലഭിക്കുക. ആ ഒരു D+ ഗ്രേഡ് ലഭിച്ചാലാണ് നിങ്ങൾ
അതായത് പരീക്ഷ പാസ്സാകുന്നത്. അപ്പോൾ ഈ ഒരു ഡി പ്ലസ് ഗ്രേഡ് ലഭിക്കണം എങ്കിൽ നിങ്ങൾ എത്ര മാർക്ക് വാങ്ങിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഡി പ്ലസ് ഗ്രേഡ് അതായത് 100ൻ്റെ 30% എന്ന് പറയുന്നത് 30 മാർക്കാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ 30 മുതൽ 39% വരെ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ, അതായത് 39% എന്ന് പറയുന്നത് 100ൻ്റെ 39% എന്ന് പറഞ്ഞാൽ 39 അപ്പോൾ 30ഉം അതുപോലെ 39 മാർക്കും ലഭിക്കുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ 30ന് ഇടയിൽ, അതായത് 31, 32, 33, 34, 35, 36, 37, 38, 39 ആ ഒരു 39 വരെ ഇടയിൽ ലഭിക്കുന്ന മാർക്ക് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഡി പ്ലസ് ഗ്രേഡ് ലഭിക്കുക. ഡി പ്ലസ് ഗ്രേഡ് ലഭിച്ചാൽ മാത്രമേ ആ ഒരു വിദ്യാർത്ഥി ആ ഒരു സബ്ജക്റ്റിൽ പാസ്സാവുള്ളൂ. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്കുള്ള സംശയമായിരിക്കും, ഈ ഒരു ഡി പ്ലസ് ഗ്രേഡ് ലഭിച്ചത് കൊണ്ട് മാത്രം പ്രത്യേകിച്ച് ഗുണമുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഡി പ്ലസ് ഗ്രേഡ് ലഭിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ജയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ജസ്റ്റ് ഒരു ഡി പ്ലസ് ലഭിച്ച് ജയിച്ചാൽ മതി എന്നുള്ള ആ ഒരു ചിന്തയിൽ പഠിക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക്, അതായത് ഒരു A+ നേടാൻ പറ്റുമെങ്കിൽ അതേ രീതിയിൽ A+ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് ജസ്റ്റ് പാസ് കൊണ്ട്, അതായത് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഈ ഒരു 30 മുതൽ അല്ലെങ്കിൽ 39 മാർക്ക് വരെ ലഭിച്ചു കഴിഞ്ഞാൽ D+ ആണ് 100ൽ കിട്ടുക. അപ്പോൾ ഈ ഒരു D+ മാത്രം കിട്ടിയതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ജയിക്കുക എന്നുള്ള ആ ഒരു കാര്യം മാത്രമേ നടക്കുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു 50 മാർക്ക്, അതായത് 40 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 10 മാർക്ക് CE ഉൾപ്പെടെ ഇതിൻ്റെ ഈ ഒരു 30 മുതൽ 39% മാർക്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 15 മാർക്ക് മുതൽ 19 മാർക്ക് വരെയാണ്. അതായത് ഈ ഒരു 15 മാർക്ക് മുതൽ 19 മാർക്ക് വരെയാണ് ആ ഒരു ഡി പ്ലസ് ഗ്രേഡ് വരുന്നത്, അതിൻ്റെ ആ റേഞ്ച് വരുന്നത്. അപ്പോൾ 15ഉം 19ഉം അതിനിടയിൽ മാർക്ക് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഡി പ്ലസ് ഗ്രേഡാണ് ലഭിക്കുക. അപ്പോൾ ഈ ഒരു ഡി പ്ലസ് ഗ്രേഡ് മാത്രം കിട്ടിയത് കൊണ്ട് പ്രത്യേകിച്ച് വല്ല ഗുണമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് പാസ്സാവാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഡി പ്ലസ് നേടുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം, ഒരു A+ നേടുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, ഒരു A ഗ്രേഡോ അല്ലെങ്കിൽ A+ ലഭിക്കുന്ന രീതിയിൽ നിങ്ങൾ പരീക്ഷ എഴുതിയിട്ട് പാസ്സാവുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ജസ്റ്റ് നിങ്ങൾക്ക് ഡി പ്ലസ് കിട്ടി എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങൾ SSLC പാസ്സായിട്ടുണ്ടോ അല്ലെങ്കിൽ 10ാം ക്ലാസ് ജയിച്ചിനോ എന്ന് ചോദിച്ചാൽ ജയിച്ചു എന്ന് പറയാൻ മാത്രമേ അതുകൊണ്ട് ഉപകാരപ്പെടുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് +1 അഡ്മിഷൻ നേടണം എന്നുണ്ടെങ്കിലോ ജസ്റ്റ് എല്ലാ വിഷയത്തിനും ഡി പ്ലസ് കിട്ടിയതുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഡി പ്ലസ് നേടുക എന്നുള്ളത് ലക്ഷ്യം വെച്ചല്ല, അതായത് ജസ്റ്റ് ജയിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ച് നിങ്ങൾ പഠിക്കാതെ നിങ്ങൾക്കൊരു A ഗ്രേഡോ അല്ലെങ്കിൽ A+ഓ ലഭിക്കുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുക. അപ്പോൾ അതിനിടയിൽ നിങ്ങൾ അത്ര പഠിച്ച് നിങ്ങൾക്ക് എത്ര കിട്ടിക്കഴിഞ്ഞാലും, അതായത് ചിലപ്പോൾ നിങ്ങൾക്കൊരു C+ അല്ലെങ്കിൽ C കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട, കാരണം നിങ്ങൾ പഠിച്ചിട്ട് ലഭിച്ചതാണെന്നുള്ളത് നിങ്ങൾക്ക് ആശ്വസിക്കാം. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ജസ്റ്റ് ഒരു ജയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പഠിക്കാതെ നിങ്ങൾ ജയിക്കുക എന്നുള്ളതിന് ഉപരി കൂടുതൽ മാർക്ക് വാങ്ങിക്കുക, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന മാർക്ക് വാങ്ങിക്കുക എന്നുള്ള രീതിയിൽ പഠിച്ച് അത്രയും മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 15 മാർക്കോ അല്ലെങ്കിൽ അതായത് 30 മാർക്കോ, അതായത് ഇതിൽ നിങ്ങൾക്ക് 5ഓ 10ഓ മാർക്ക് നിങ്ങൾ അതായത് ഈ ഒരു 40 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ എഴുത്ത് പരീക്ഷയിൽ 5 മാർക്കും 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 10 മാർക്കും വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാകും. പക്ഷെങ്കിൽ അങ്ങനെ പാസ്സായതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരുവിധ ഗുണവുമില്ല. കാരണം നിങ്ങൾക്ക് +1 പ്രവേശനമൊക്കെ നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ ജസ്റ്റ് ഒരു മിനിമം ഈ ഒരു 15ന് പകരം ഒരു 30ഉം അതുപോലെ തന്നെ 80ൽ നിങ്ങൾക്കൊരു പറ്റുമെങ്കിൽ ഒരു 40 മാർക്കുമൊക്കെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് +1ന് ഇഷ്ടപ്പെട്ട സ്കൂളും കോഴ്സും ഒക്കെ അഡ്മിഷൻ ലഭിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് A+ ലഭിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളത് നോക്കാം. 100ലാണെങ്കിൽ നിങ്ങൾക്ക് 90 മുതൽ 100 മാർക്ക് വരെ ലഭിക്കുകയാണെങ്കിൽ A+ ഗ്രേഡാണ്. A ഗ്രേഡ് ലഭിക്കാൻ 80 മുതൽ 89 മാർക്ക് വരെ ലഭിക്കണം. അതുപോലെ തന്നെ 70 മുതൽ 79 മാർക്ക് വരെ ലഭിച്ചാലാണ് B+ ഗ്രേഡ് കിട്ടുക. 60 മുതൽ 69 വരെ മാർക്ക് ലഭിച്ചാൽ B ഗ്രേഡും 50 മുതൽ 59 മാർക്ക് വരെ ലഭിച്ചു കഴിഞ്ഞാൽ C+ഉം അതുപോലെ 40 മുതൽ 49 മാർക്ക് വരെ ലഭിച്ചു കഴിഞ്ഞാൽ C ഗ്രേഡും അതുപോലെ 30 മുതൽ 39% മാർക്ക്, അതായത് 39 മാർക്ക് വരെ ലഭിച്ചു കഴിഞ്ഞാൽ D+ഉം അതുപോലെ തന്നെ 20 മുതൽ 29 മാർക്ക് വരെ ലഭിച്ചു കഴിഞ്ഞാൽ D ഗ്രേഡും അതുപോലെ തന്നെ 20 മാർക്കിന് താഴെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ E ഗ്രേഡുമാണ് നിങ്ങൾക്ക് ലഭിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് 40 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ 10 മാർക്ക് CE ഉൾപ്പെടെ ടോട്ടൽ 50 മാർക്കിലാണ് ആ ഒരു സബ്ജക്റ്റ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഈ ഒരു നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിന് A+ ആണോ അല്ലെങ്കിൽ A ഗ്രേഡാണോ ലഭിക്കുക എന്നുള്ളത് നോക്കാം. ഒരു വിദ്യാർത്ഥി ഇപ്പോൾ മലയാളം എഴുതി, അതായത് മലയാളം എന്ന് പറഞ്ഞാൽ 1ാം ഭാഷയാണ്. അപ്പോൾ 1ാം ഭാഷയിലെ ആദ്യത്തെ ഭാഗമായിട്ടുള്ള, അതായത് മലയാളം ഫസ്റ്റാണ് എഴുതിയിട്ടുള്ളത് എന്ന് കരുതുക. അതിന് 40 മാർക്കാണ് എഴുത്ത് പരീക്ഷ, 10 മാർക്ക് CE ആണ്. അപ്പോൾ ടോട്ടൽ 50 മാർക്കാണ്. 50 മാർക്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഒരു 10 മാർക്ക്
എഴുത്ത് പരീക്ഷയിൽ ലഭിച്ചു. അതുപോലെ തന്നെ ആ ഒരു വിദ്യാർത്ഥിക്ക് 10 മാർക്ക് ഫുള്ള് ഫ്രീ മാർക്ക് ലഭിച്ചിട്ടുണ്ട്. ടോട്ടൽ 20 മാർക്കാണുള്ളത്. അപ്പോൾ ഈ ഒരു 20 മാർക്കിനെ നമുക്ക് 100ലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു 20 മാർക്കിനെ 100ലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 20 ഗുണിക്കണം 100 എന്ന് പറഞ്ഞാൽ 100% 100ലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. അപ്പോൾ 100 ഹരിക്കണം ആ ഒരു സബ്ജക്റ്റിൻ്റെ ടോട്ടൽ മാർക്ക്, അതായത് 40 മാർക്കും 10 മാർക്ക് സിയും ടോട്ടൽ 50. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഗുണിക്കുക. അപ്പോൾ ഗുണിക്കുന്ന സമയത്ത്, അതായത് നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനൊരു ഉത്തരം ലഭിക്കും. അപ്പോൾ ആ ഒരു ഉത്തരം ഏതാണോ അത് ഇതിൽ ഏത് റേഞ്ചിലാണ് വരുന്നത് അതായിരിക്കും നിങ്ങളുടെ ഗ്രേഡ്. അതായത് നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക്, അതായത് ഈ ഒരു രീതിയിൽ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് 40 എന്ന് കിട്ടും. അപ്പോൾ 40 എന്ന് പറയുന്നത്, അതായത് 40 മുതൽ 49 മാർക്ക് വരെ ലഭിക്കുന്ന സമയത്ത് സി ഗ്രേഡാണ് ലഭിക്കുക. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് 40ൽ CE ഉൾപ്പെടെ 20 മാർക്ക് ലഭിക്കുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് സി ഗ്രേഡ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ഈ ഒരു സി ഗ്രേഡാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു, അതായത് എത്രയാണോ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക്, CE ഉൾപ്പെടെ ലഭിക്കുന്ന മാർക്ക്, അതിനെ 100 ഹരിക്കണം 50 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗ്രേഡ് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ SSLC പരീക്ഷയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് ആ ഒരു സബ്ജക്റ്റ് എഴുതാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചില്ല, അല്ലെങ്കിൽ ഡി ഗ്രേഡാണ് ആ ഒരു സബ്ജക്റ്റിന് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ വിദ്യാർത്ഥി ആ ഒരു സബ്ജക്റ്റ് പരാജയപ്പെട്ടു എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് SSLC പരീക്ഷയ്ക്ക് ശേഷം SSLC സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഉണ്ടാവും. ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഏത് സ്കൂളാണോ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിന് അപേക്ഷാ ഫീസും അതുപോലെ തന്നെ അപേക്ഷയും നൽകിക്കൊണ്ട് സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി നിങ്ങൾക്ക് ജയിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു പരീക്ഷയിൽ തന്നെ നിങ്ങൾ എഴുതിയിട്ട് ജയിക്കാൻ ശ്രദ്ധിക്കുക. കാരണം സേ പരീക്ഷയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആ ഒരു ഘട്ടത്തിലേക്ക് +1ൻ്റെ അലോട്ട്മെൻറ്റ് ആരംഭിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കുക. പ്രത്യേകിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. അപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും A+ തന്നെ ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ മിനിമം നിങ്ങൾക്കൊരു B+ എങ്കിലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ യാതൊരുവിധ കാരണവശാലും പേടിക്കേണ്ട, പഠിക്കുക. അപ്പോൾ ഇനിയും വിദ്യാർത്ഥികൾക്ക്, അതായത് നാളെ ഇംഗ്ലീഷാണ് എക്സാമിനേഷൻ. അതിനുശേഷം പിന്നീട് ഏകദേശം, അതായത് 7 പരീക്ഷകളാണ് പിന്നീട് ബാക്കിയുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.